പിതാവിനും പുത്രനും പരിശുദ്ധ റൂഹായിക്കും സ്തുതി, ആദ്യം മുതൽ എന്നേക്കും തന്നെ ആമേൻ. ഇന്ന് മെയ് മാസം 14-ാം തീയതി വ്യാഴാഴ്ച. ഇന്ന് സ്വർഗാരോഹണ പെരുന്നാൾ നാം ആചരിക്കുന്നു. അതുകൊണ്ട് ഇന്ന് നാം ധ്യാനിക്കുന്നത് യേശുക്രിസ്തുവിൻ്റെ സ്വർഗാരോഹണത്തിൻ്റെ പ്രാധാന്യത്തെക്കുറിച്ചാണ്. യേശുവിൻ്റെ ജനനം, ക്രൂശ് മരണം, ഉയർത്തെഴുന്നേൽപ്പ് എന്നിവയെ പോലെ തന്നെ സ്വർഗാരോഹണവും ക്രിസ്തീയ വിശ്വാസത്തിൻ്റെ പ്രധാന സത്യമാണ്. യേശു സ്വർഗത്തിലേക്ക് ആരോഹണം ചെയ്തതായ സംഭവം നമ്മുടെ വിശ്വാസത്തിനും ജീവിതത്തിനും വലിയ പ്രത്യാശ പകർന്നു നൽകുന്നു. യേശു ഉയർത്തെഴുന്നേറ്റതിന് ശേഷം 40 ദിവസങ്ങൾ ശിഷ്യന്മാരോടുകൂടെ വസിച്ചു, അവരെ ഉപദേശിച്ചു, ധൈര്യപ്പെടുത്തി, ദൈവരാജ്യത്തെക്കുറിച്ച് സംസാരിച്ചു. പിന്നെ ഒലിവ് മലയിൽ നിന്ന് അവരുടെ മുൻപാകെ സ്വർഗത്തിലേക്ക് ആരോഹണം ചെയ്തു. ശിഷ്യന്മാർ അത്ഭുതത്തോടെ ആകാശത്തിലേക്ക് നോക്കി നിന്നു. അപ്പോൾ ദൂതന്മാർ പറഞ്ഞു, നിങ്ങളെ വിട്ട് സ്വർഗത്തിലേക്ക് പോയ യേശു, അവനെ സ്വർഗത്തിലേക്ക് പോകുന്നത് കണ്ടതുപോലെ തന്നെ അവൻ വീണ്ടും വരും. ഇതാണ് വിശ്വാസ ജീവിതത്തിൻ്റെ വലിയ പ്രത്യാശ. യേശു സ്വർഗാരോഹണം ചെയ്തത് അവൻ്റെ ദൈവിക ജയത്തിൻ്റെ അടയാളമാണ്. ക്രൂശിൽ പാപത്തെയും മരണത്തെയും സാത്താനെയും യേശു തോൽപ്പിച്ചു. ദൈവപുത്രനായ യേശു ഉയർത്തെഴുന്നേറ്റതിന് ശേഷം സ്വർഗത്തിലേക്ക് ആരോഹണം ചെയ്തത് അവൻ രാജാവാണെന്ന് പ്രഖ്യാപിക്കുകയാണ്. ഭൂമിയിലെ ദൗത്യം പൂർത്തിയാക്കിയ ശേഷം പിതാവിൻ്റെ വലത്തുഭാഗത്തായിരിക്കുവാൻ അവൻ ഉയർത്തപ്പെട്ടു. അതുകൊണ്ട് നമ്മുടെ കർത്താവ് പരാജയപ്പെട്ട ഒരാളല്ല, ജയിച്ചതായ ദൈവപുത്രനും രാജാവുമാണ്. വീണ്ടും നമ്മൾ കാണുന്നത് സ്വർഗാരോഹണം നമുക്കായി യേശു മധ്യസ്ഥനായി നിലകൊള്ളുന്നതിൻ്റെ ഉറപ്പാണ്. ഇന്ന് യേശു സ്വർഗത്തിലിരുന്ന് നമുക്ക് വേണ്ടി പ്രാർത്ഥിക്കുന്നു. നാം ബലഹീനരാകുമ്പോൾ, നിരാശരാകുമ്പോൾ നമ്മുടെ പേരുകൾ അറിയുന്ന ഒരാളുണ്ട് സ്വർഗത്തിൽ. അവൻ നമ്മുടെ കണ്ണുനീർ കാണുന്നവനാണ്, പ്രാർത്ഥനകൾ കേൾക്കുന്നവനാണ്. അതുകൊണ്ട് വിശ്വാസിക്കൊരിക്കലും ഏകാന്തതയില്ല. യേശുനാഥൻ നമ്മുടെ കൂടെ നമുക്ക് വേണ്ടി പിതാവിൻ്റെ സന്നിധിയിൽ ആയിരിക്കും. മൂന്നാമതായി, സ്വർഗാരോഹണം പരിശുദ്ധാത്മാവിൻ്റെ വരവിന് വഴിയൊരുക്കി. യേശു പറഞ്ഞു, ഞാൻ പോകുന്നതാണ് നിങ്ങൾക്ക് ഗുണം. ഞാൻ പോകാതെ ഇരുന്നാൽ പരിശുദ്ധാത്മാവ് വരികയില്ല. യേശു സ്വർഗത്തിലേക്ക് ഉയർന്ന ശേഷം പെന്തക്കോസ്ത് പെരുന്നാളിൻ്റെ നാളിൽ പരിശുദ്ധാത്മാവ് ഇറങ്ങി വന്നു. അതിലൂടെ ശിഷ്യന്മാർ ധൈര്യമുള്ള സാക്ഷികളായി മാറി. ഇന്നും സഭയുടെ ശക്തി പരിശുദ്ധാത്മാവിൻ്റെ ശക്തിയിലാണല്ലോ. പെന്തക്കോസ്തിയുടെ അനുഭവം സ്വർഗാരോഹണത്തെ തുടർന്നാണല്ലോ നടന്നത്. അതുപോലെ തന്നെ സ്വർഗാരോഹണം നമ്മുടെ ഭാവിയുടെ പ്രത്യാശയാണ്. യേശു എവിടെയുണ്ടോ അവിടെ ആയിരിക്കും അവൻ്റെ ജനവും. അവൻ സ്വർഗത്തിലേക്ക് പോയത് നമുക്ക് വഴി തുറക്കുവാനാണ്. ഈ ഭൂമി നമ്മുടെ സ്ഥിര വാസസ്ഥലമല്ല, നമുക്ക് സ്വർഗീയ പൗരത്വമുണ്ട്. അതുകൊണ്ട് നമ്മുടെ പ്രത്യാശ ഇതാണ്, യേശു വീണ്ടും വരും തൻ്റെ ജനത്തെ തൻ്റെ അടുക്കൽ ചേർക്കുവാനായിട്ട്. ഈ സന്ദേശം നമ്മുടെ ജീവിതത്തെ മാറ്റേണ്ടതായിട്ടുണ്ട്. സ്വർഗാരോഹണ പെരുന്നാൾ, യേശുവിൻ്റെ സ്വർഗാരോഹണം നാം ഈ ലോകത്തോട് ചേർന്ന് നിൽക്കാതെ സ്വർഗീയ ലക്ഷ്യത്തോടെ ജീവിക്കുവാനായിട്ട് പ്രേരിപ്പിക്കുന്നു. യേശു ആരോഹണം ചെയ്തതുപോലെ നമ്മുടെ മനസ്സും ദൈവിക കാര്യങ്ങളിൽ ഉയരണം. നിരാശയിൽ ജീവിക്കാതെ വിജയിച്ചതായ കർത്താവിൻ്റെ മക്കളായിട്ട് അവനെ അനുഗമിച്ച് അവനോട് ചേർന്ന് ജീവിക്കുവാൻ നമുക്ക് സാധിക്കണം. ഇന്നത്തെ സന്ദേശത്തിൻ്റെ സാരാംശത്തെ ഇങ്ങനെ നമുക്ക് പറയാൻ സാധിക്കും. ആരോഹണം ചെയ്തതായ കർത്താവ് തൻ്റെ ജനത്തെ കൈവിടുന്നില്ല. അതുകൊണ്ട് നമുക്ക് ധൈര്യത്തോടെ മുന്നോട്ട് പോകാം. നമ്മുടെ കർത്താവ് ജീവനുള്ളവനാണ്, അവൻ മഹത്വത്തിൽ ഇരിക്കുന്നവനാണ്. വീണ്ടും
വരുന്നവന്. ആ പ്രത്യാശയിൽ നമുക്ക് ഉറച്ചു നിൽക്കാം. പ്രാർത്ഥിക്കാം. സ്വർഗാരോഹണം ചെയ്തവനായ കർത്താവെ, അങ്ങയുടെ മഹത്വത്തിനും ജയത്തിനും ഞങ്ങൾ നന്ദി പറയുന്നു. ഞങ്ങളുടെ വിശ്വാസം ശക്തിപ്പെടുത്തണമേ. ലോകത്തിൻ്റെ കാര്യങ്ങളിലല്ല, സ്വർഗീയ പ്രത്യാശയിൽ ജീവിക്കുവാൻ ഞങ്ങളെ സഹായിക്കണമേ. പരിശുദ്ധാത്മാവിൻ്റെ ശക്തിയാൽ നിറച്ച് അങ്ങേക്കായി ധൈര്യത്തോടെ സാക്ഷികളായി ജീവിക്കുവാൻ ഞങ്ങളെ അനുവദിക്കണമേ. വീണ്ടും വരും എന്ന അങ്ങയുടെ വാഗ്ദാനത്തിൽ ഉറച്ച് നിൽക്കുവാൻ, അതിനുവേണ്ടി തയ്യാറെടുക്കുവാൻ ഞങ്ങളെ ഒരുക്കണമേ. ആമേൻ. ദൈവം അനുഗ്രഹിക്കട്ടെ.